ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ. നമ്മൾ മിനിഞ്ഞാന്ന് വൈകുന്നേരത്ത് വെറുതെ ഒന്ന് ചെറുതുരുത്തി പുഴയുടെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. ഒരിക്കൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നൈറ്റിൽ പോയ വിശേഷങ്ങൾ ഒന്ന് കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കണ്ടുവരണേ. ഓക്കെ. വൈകുന്നേരത്തെ ലൈറ്റൊക്കെ കാണാൻ നല്ല രസമല്ലേ? പകൽ പോയപ്പോൾ നമുക്ക് വെറുതെ ഒരു കൗന്തുപ്പ് പോലെ തോന്നിയിരുന്നു കേട്ടോ. പക്ഷെ വൈകുന്നേരത്തെ പോയി നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ലൈറ്റുകളും. പിന്നെ അവിടെ ആദ്യമൊന്നും ഇങ്ങനെ ഈ ഫുഡ് കഴിക്കണ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ പുഴയിൽ ബോട്ടിങ് സവാരിയൊക്കെ ഉണ്ട്. പക്ഷെ അത് 6 മണി വരെ ഉള്ളൂ കേട്ടോ. അതിന് മുന്നേ പോയാലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. എപ്രാവശ്യം പോയാൽ അതുണ്ടായില്ല. പിന്നെ കുട്ടികൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. ഫോട്ടോ എടുക്കാനൊന്നും പറഞ്ഞിട്ടാണ് അവർ കൂടുതലും പോയത് തന്നെ. എന്താ പറയുക, പിന്നെ നിങ്ങളിതിൽ കാണാത്തൊരാളും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ മോനാണത്. അപ്പോൾ പിന്നെ അവിടുന്ന് എന്താ പറയുക, കുറേ നേരമൊക്കെ അതിൻ്റെ നാലുപുറം നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഒരു 9-10 മണിയൊക്കെ ആയിപ്പോൾ അപ്പോഴൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണാനെന്ന് വെച്ചാൽ വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പുഴയുടെ ഭാഗമൊക്കെ ഇല്ലേ, അപ്പോൾ കാണാനൊരു രസം. പിന്നെ വൈകുന്നേരം നേരം സൈലൻ്റ് ഏരിയ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രസം മാത്രം. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കണ്ടിട്ട് എന്ന് മാത്രം. പിന്നെ ചെറിയ പാർക്കാണല്ലോ, തുടങ്ങിയിട്ടുള്ളവർ തുടങ്ങുന്നുള്ളൂ. ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരത്ത് പകലത്തേനായിട്ട് ഒന്നുകൂടി ഭംഗിയുണ്ടെന്ന് മാത്രം. ഇതിനാണ് താരം കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു സൂര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ആ മരത്തിൻ്റെ മുകളിൽ കുത്തി പിടിച്ച് കയറുന്നു. അതിൻ്റെ ഒരു വടി കൂടി കയ്യിലൊക്കെ പിടിച്ചു കേട്ടോ. പിന്നെ ആ സാധനം, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അതിൽ കയറി നമ്മളോരോ വീഡിയോസ് കണ്ടിട്ട് പേടിക്കുകയൊക്കെ ചെയ്യില്ലേ, ആ സംഭവമാണ് കേട്ടോ. ആ കുട്ടി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മാനെ ചീത്ത പറയുന്നുണ്ട്. അതിലാ കയറ്റുന്ന ആളുണ്ടല്ലോ, ഇതിൻ്റെ ഉടമസ്ഥ ആളേനെ ചീത്ത പറയുന്നുണ്ട്. അപ്പം അത് നല്ല രസമാണ് കേട്ടോ.
പിന്നെ എല്ലായിടത്തിലും ഉണ്ട് ഓരോ ഊഞ്ഞാൽ. ഈ ഊഞ്ഞാലുമ്മലെ കുറച്ചേരം ആടി, എല്ലാവരും അടിയിട്ടോ. കുറച്ച് നേരം മരുപസ്കാരം കഴിഞ്ഞ് ഓടുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പോയതാണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊരു ചെറിയൊരു പാലാണ്. ആ പാലത്തിൻ്റെ മുകളിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റാണ്. അപ്പോൾ അത് കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. അതിൽ കൂടെ ഇങ്ങനെ വെറുതെ നടക്കുക, അതിൽ കൂടെ എല്ലാവരും റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ നടന്നു നോക്കിയതാണ്. ഇത് പിന്നെ നല്ല രസമുണ്ടാകും കേട്ടോ. അവർക്ക് ഗുസ്തിയുടെയാണ് അവർ വെച്ചെടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിങ്ങനെ കാണാനിട്ട് അവർ ശരിക്കും അവരെടുക്കാൻ വരുമ്പോഴൊക്കെ ഉണ്ടാവും അത്രേ. അങ്ങനെ അത് നല്ല രസമുണ്ടാകും കേട്ടോ. അത് കുറേ നേരം ഇരുന്ന് കാണും. ഭയങ്കരമായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും റിയാലിറ്റി ആയിട്ട് തോന്നുന്നതാണ്. അപ്പോൾ അവർ ചെയ്യണത് കാണാൻ നമുക്ക് നല്ല രസം കേട്ടോ. അവരിത് ശരിക്കും വിചാരിച്ചിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അടിക്കണം, മാറടാ, തല്ലടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതാണ് ഫ്രണ്ടേജ് കേട്ടോ. ഇതാണ് ഫ്രണ്ട്. ചാച്ചി ഞാൻ അതേപോലെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് ചെറുതായത് നിന്ന് നോക്കി. അപ്പോൾ ഷാസി നിന്ന് നോക്കിയിട്ട് കഥകളി ആ രൂപത്തിൽ തന്നെ നിന്ന് നോക്കിയിട്ടാ. അതാ ഷാസി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടാ. അവിടുന്ന് പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് ചെറുതുരുത്തി തന്നെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടു. ഷാലിമാറിലല്ല, ഷാലിമാർ കഴിഞ്ഞിട്ട് പോകുന്നത്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഷാലിമാറൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതിലും തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കയറി ഞങ്ങൾ ഇതെന്നാണ് മിക്കവാറും ഫുഡ് കഴിക്കുന്നത്. നല്ല ഫുഡാട്ടോ അവിടുത്തെ. ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. ഫുഡൊക്കെ വന്ന് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നുണ്ടോ. കഴിക്കുന്നത് ഭയങ്കര രസമാണ്. ഷാസിയാണ് ഭയങ്കര രസം. മന്തിയാണ് ഓർഡർ ചെയ്തത്, അൽഫാം മന്തി. അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അത് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും വീഡിയോ കണ്ടില്ലേ. അപ്പോൾ എത്രയൊക്കെയാണ് അന്ന് പോയ വിശേഷങ്ങൾ കേട്ടോ. അന്നൊരു ഏകദേശം ഒരു 10 മണി 10:30 ആയിക്കോളും വീട്ടിലെത്തുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.